എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ തലമുടി പെട്ടെന്ന് നരയ്ക്കുന്ന ഓർത്ത് മിക്ക ആൾക്കാർക്കും വിഷമമായിരിക്കും. മുടി പൊഴിഞ്ഞു പോകുന്നത് ഓർത്തൊക്കെ എല്ലാവർക്കും സങ്കടമുള്ള ഒരു കാര്യമാണ്. താരൻ, ചൊറിച്ചിൽ, പ്രായം ഒരുപാടാവുന്നതിന് മുമ്പ് മുടിയെല്ലാം പൊഴിഞ്ഞു പോയി കെട്ടിവെക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. അതിനെല്ലാം പരിഹാരമുണ്ട് കേട്ടോ. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂരകം അല്ലെങ്കിൽ പഞ്ഞിപ്പുല്ല്. അത് നമ്മൾ 1-2 സ്പൂൺ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കുക. അതിനുശേഷം നല്ല പോലെ കഴുകിയിട്ട് അതിനെ അരിച്ചിട്ട് ലേശം വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. കൂരകം എന്ന് പറയുമ്പം മിക്ക ആൾക്കാരും ചിന്തിക്കും കുഞ്ഞു കുട്ടികൾക്ക് കുറുക്ക് കാച്ചി കൊടുക്കുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ ഉപയോഗം മിക്ക ആൾക്കാർക്കും അറിയാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് കേട്ടോ. അതായത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുമെങ്കിൽ അത്രയും നല്ലത്. പറ്റുമെങ്കിൽ ഒരു 2-3 ദിവസമെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും മുടിയിലും ഒക്കെ വരുത്തുന്നതാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മുടിയുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ബലത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. വളർച്ചയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. അതിപ്പോൾ നമ്മൾ നല്ലപോലെ അരച്ച് അതിനെ അരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമ്മളതിനെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ തീയിലിട്ടാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണ കൂരകം കാച്ചുന്ന പോലെ കുറുക്കിയെടുക്കുകയല്ല, നമ്മൾക്ക് കൊച്ചു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് മുടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു 1-2 തവണ കഴിക്കുമ്പം തന്നെ അതൊരു സ്ഥിരമായിട്ട് ചെയ്യുമ്പം നല്ല മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരും. സ്കിന്നിലുണ്ടാകുന്ന കളറുകൾ, ചുളിവുകൾ, ഏജിങ് ഒരുപാടാവുന്ന അവസ്ഥയ്ക്ക് ആരോഗ്യം പ്ലസ് സൗന്ദര്യം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യാം കേട്ടോ. നല്ലതാണ്, അത്രയേറെ ഗുണങ്ങളാണ്. ചെറിയ തീയിൽ തിളച്ച് വന്നു കഴിഞ്ഞാൽ ചെറിയ തീയിലാക്കിയിട്ട് വേണം കുറുക്കിയെടുക്കാനും വേണ്ടി. ഞാൻ ഈ ഒരു പരുവമായിട്ടുണ്ട്. അതിന് നമുക്ക് ഇനി നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു പരുവമാകുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഇരിക്കുന്തോറും കുറച്ചും കൂടെ ഒന്ന് കട്ടി കൂടും കേട്ടോ. അന്നേരം നമുക്കതിന് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു തിക്കായിട്ട് കിട്ടും. അപ്പോൾ തണുത്തിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. പല രീതി നമുക്ക് ചെയ്യാം, പുട്ട്, ഇഡലിയൊക്കെ രീതി ചെയ്യും. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. പക്ഷേ അത് നല്ല ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ. അന്നേരം അതിലേക്ക് നമ്മൾ തിളപ്പിച്ചരിച്ചായിട്ടുള്ള പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു പാലും നമ്മുടെ കൂരകത്തിൻ്റെ കുറുക്കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ മാതള നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏത്തയ്ക്ക അല്ലെങ്കിൽ സാധാ നമ്മുടെ ഏത് പഴമാണെങ്കിലും ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉണക്കം മുന്തിരിങ്ങ, കറുത്തതാണ് കേട്ടോ. കറുപ്പ് വേണം എന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിയാ സീഡ് കുതിർത്ത് വെച്ചാണ് കേട്ടോ. അത് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുതിർത്താൽ തന്നെ ഒരുപാട് കാണും, അതിൻ്റെ കുറച്ച് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ശർക്കര അല്ലെങ്കിൽ തേന് ചേർക്കാം. ഇതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡെന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. അതും അല്ലെങ്കിൽ രാവിലത്തെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം, ഡിന്നറായിട്ടോ ഏത് സമയവും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ. നല്ലൊരു ഫുഡാണ്. ഇതിനെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ സ്മൂത്തിന്നോ എന്ത് വേണമെങ്കിലും പറയണം. അത്രയേറെ ഫ്രൂട്ട് സലാഡെന്ന് വേണമെങ്കിൽ പറയുന്നതായിരിക്കും നല്ലത്. അത്ര ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ കൂരകം ചേർത്തിട്ടുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ പുട്ട് പുഴുങ്ങുന്നതും ദോശ പുഴുങ്ങുന്നതും അല്ലെങ്കിൽ കൂരകം കാച്ചി കുടിക്കുന്നതൊക്കെ ഇഷ്ടമല്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ ചിയാ സീഡിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മുടി വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കണേ. ആഴ്ചയിൽ ഒരു 1-2 തവണയൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മുടെ ആഹാര രീതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നമ്മുടെ ശരീരത്തിനും മൊത്തമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ശർക്കര ഒഴിവാക്കി തേനാക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ മധുരം കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അന്നേരം ഒരു ഫുഡ് നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ പരിചയപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിക്കുറുക്കയും ഞവരയിലയും. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിട്ടുള്ള കാര്യങ്ങളാണ്. മുറ്റത്തും പറമ്പിലും ഒക്കെ പ്രത്യേകിച്ച് പരിചരണം ഒന്നും കൊടുക്കാണ്ട് കിളുത്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അന്നേരം ഫ്ലാറ്റിലാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും ഉള്ളതാണല്ലോ. ഇത് നമ്മൾ നല്ല പോലെ കഴുകിയിട്ട് കൈകൊണ്ട് നല്ല പോലെ
ഞെവിടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വെള്ളമിട്ടും ഞവരയില മാത്രമായിട്ട് വെള്ളമിട്ട് നമ്മൾ കുടിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തിരുമ്മിയിട്ട് നല്ലപോലെ തിളപ്പിച്ച് അതിനെ വറ്റിച്ചെടുക്കണം. 1 കപ്പാണെങ്കിൽ അതിനെ 1/2 കപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഇത് ആറിയതിന് ശേഷം കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ തലയൊട്ടിലും തലമുടിയിലും നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ലപോലെ വളരും, താരം മാറും, ചൊറിച്ചിൽ മാറും, അതുപോലെ തന്നെ നരയൊക്കെ നമുക്ക് മാറാൻ ഏറ്റവും നല്ലതാണ്. അതിനോടൊപ്പം തന്നെ പേൻ്റെ ശല്യം എല്ലാം മാറിയിട്ട് മുടി നല്ല പോലെ വളരാം. താരം മാറിയാൽ തന്നെ മുടി നന്നായിട്ട് വളരും. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നല്ല മാറ്റങ്ങൾ കിട്ടും. അതായത് നമ്മൾ ഇനി മൂന്നാമത് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ് കേട്ടോ. മുട്ട നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ തലമുടി തേയ്ക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ തലമുടി തേയ്ക്കുന്ന പോലെ പ്രാധാന്യമാണ് കഴിക്കുന്നതിലും, അതുപോലെ തന്നെ കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മളിത് തലയിൽ ഉപയോഗിക്കുമ്പോഴും. അത്രയേറെ മാറ്റങ്ങൾ നമ്മുടെ തലമുടിയിലും സ്കിന്നിലും മൊത്തത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഒരു കോഴിമുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ, നമ്മുടെ തലയിൽ തേക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് 1-2 സ്പൂൺ അളവിൽ അലോവേറ ജെല്ല് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഈ മുട്ടയുടെ സ്മെല്ല് നമ്മൾ തലമുടി തേയ്ക്കുമ്പം ആ ഒരു മഞ്ഞ് ചേർക്കുമ്പോൾ വരും കേട്ടോ. അതെല്ലാവർക്കും ഒന്നും അത്ര കണ്ട് ഇഷ്ടമല്ല. ഇപ്പം നമുക്ക് നാളെ ഒരു ഫംഗ്ഷനുണ്ട്, അല്ലെങ്കിൽ മറ്റേന്നാളൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ തലേന്നാണ്, അല്ലെങ്കിൽ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ രാവിലെ നമ്മൾ എണീച്ച് ഇതുപോലെ ചെയ്തിട്ട് മുടി നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ മുടിക്ക് ഞെട്ടിക്കുന്ന ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ലേശം ഷാമ്പു, 1 ഷാമ്പുവിന് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത്രയും ചേരുവകൾ നമ്മൾ സ്പൂൺ കൊണ്ട് നല്ലപോലെ പതപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പതപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ തലയോട്ടിലും തലമുടിയിലും നല്ല പോലെ തേച്ച് കൊടുക്കുക. തലയോട്ടി തേക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിരലിൻ്റെ തുമ്പ് കൊണ്ട് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. രക്തയോട്ടം കൂടും, അതുവഴി നമ്മുടെ മുടി നന്നായിട്ട് വളരും. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ പറയണില്ല. വെളിച്ചെണ്ണയാണെങ്കിലും അതുപോലെ അലോവേറ ജെല്ലാണെങ്കിലും ഒക്കെ മുടിക്ക് ഒത്തിരി മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ മുടി കണ്ടില്ലേ, ഇതുപോലൊന്ന് ഒതുങ്ങിയിരിക്കുന്ന മുടിയാണ്. ഇതിപ്പം നല്ലപോലെ ഈ ഒരു കാര്യം തേച്ച് കഴിയുമ്പോൾ മുടിയുടെ ഒരു ഞെട്ടിക്കുന്ന മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. നമ്മുടെ നിലവിലുള്ള മുടിയെക്കാട്ടി നല്ല തിക്നെസ് തോന്നിക്കും, നല്ല ഷൈനി സിൽക്കി ആയിട്ട് കിടക്കും. ബ്യൂട്ടി പാർലറിലൊന്നും പോയി ഒരുപാട് പൈസ കളയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നല്ലൊരു ഡൈ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ലേശം വെളിച്ചെണ്ണ, അതിലേക്ക് കോഫി പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ അധികം പുളിയില്ലാത്ത തൈര്, അത് 2-3 അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. എന്നിട്ട് ഈ വെറും 3 ചേരുവകൾ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറഞ്ഞതൊരു 5-6 മണിക്കൂർ അങ്ങനെ വെക്കുക. നമ്മൾ രാത്രിയിലേ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലും കുഴപ്പമില്ല. ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ വെച്ചിട്ട് കുറഞ്ഞതൊരു 5 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം ഇതിൻ്റെ മാറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിസ്സാരം നമ്മൾ കോഫി പൗഡർ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ്, അതിനോടൊപ്പം വെളിച്ചെണ്ണയുള്ളതാണ്, തൈരാണെങ്കിലും എപ്പോഴും ഉള്ളൊരു കാര്യങ്ങളാണ്. ഈ 3 ചേരുവകളും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. ഡൈ ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയുള്ളവർ കാണും മിക്ക ആൾക്കാരും. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈകൾ ഒരുപാട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കയറി നോക്കിയാൽ മതി. അന്നേരം നമ്മൾ വെറും 3 ചേരുവ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഡൈ വെറും 5 മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് തലയൊട്ടിലും തലമുടിയിലും മുടി നരച്ച ഭാഗത്ത് മാത്രമല്ല എല്ലായിടത്തും തേച്ചിടും. കാരണം കോഫി പൗഡർ നമ്മൾ ഡൈയിലാണെങ്കിലും പാക്കിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ തലമുടി തേക്കുന്ന വെള്ളങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ തേയിലയും കോഫി പൗഡറൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തൈര് മാത്രമായിട്ട് നമ്മൾ ഫേസ് പാക്ക് ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും ഇതിലെല്ലാം ഒഴിച്ചുവിടാൻ പറ്റാത്ത നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇവയെല്ലാം. അന്നേരം ഇത് ഒരു പരുവമായി കിട്ടിയിട്ടുണ്ട് 5 മണിക്കൂറും കൊണ്ട് കേട്ടോ. അന്നേരം ഇത് നമുക്ക് തലമുടി തേച്ച് കൊടുക്കാം. എന്നിട്ട് നോർമൽ വാട്ടറിൽ കുറഞ്ഞൊരു 1.5-2 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. ഷാമ്പു ഉപയോഗിക്കരുത്, നല്ല റിസൾട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ മുടി ഒരുപാട് നരച്ച ഒരാളല്ല, അങ്ങാട്ട് മാത്രമാണ് മുടി നരച്ചിട്ടുള്ളത്. ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്, മുടി പൊഴിയുന്നുണ്ട്, അതുപോലെ തന്നെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയുണ്ട്, താരനെല്ലാം എല്ലാത്തിനെയും ഒരു പരിധി വരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഹെയറിനെ നമ്മൾ ഇഷ്ടപ്പെടണം. ഞാൻ എപ്പോഴും എനിക്കറിയുന്ന ആൾക്കാരോടെല്ലാം പറയും, നമ്മൾ ഒരുപാട് മുടി ഇഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മുടി വളരും. നമ്മളതിനു വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം നമുക്ക് എന്തുകൊണ്ടാണ് മുടി വളരാത്തത്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും. അതുപോലെ ടെൻഷനും ഉറക്കമില്ലായ്മയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അന്നേരം അതൊക്കെ ഒന്ന് നമ്മൾ സോൾവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ.
ഇങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.